എന്നാത്തിനാ മാത്തൻ ചേട്ടാ ഈ വയസ്സാം കാലത്ത് ഇനിയും തോക്ക് ഒന്നര കാട്ടി കയറുന്നുണ്ടോ? ഹക്കീം സാറേ, ഈ മാത്തച്ഛൻ്റെ മോൻ പാപ്പച്ചൻ അതിർത്ത് പെരുമാറുന്നുണ്ടെന്നാ നമുക്ക് കിട്ടിയ വിവരം. ആണോ? നമ്മുടെ നാട്ടുകാർ തന്നെ വരാതെ പറഞ്ഞ അതപ്പോ അല്ല, ആരാ പാപ്പച്ചന്റെ നാട്ടിലെത്ര ശത്രുക്കള്? അങ്ങനെയൊന്നും ആരും പറയില്ല സാറേ. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ കൂടാൻ അന്നൊരു സഹായത്തിന് കൂട്ടിയതായി തോക്ക്. ഇല്ലാത്ത നിയമം പറഞ്ഞു കൊടുത്താൽ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ലാത്ത നിയമോ? അയ്യോടാ, അതന്നെ വർത്താനാ മാത്തച്ഛ. പൊട്ടിക്കാനല്ലേ പിന്നെ ചെവരി തൂക്കാനായിട്ട് കൊണ്ടുപോകണോ? അതും ഇത്ര പഴയത്. തൽക്കാലം മാത്തൻ ചേട്ടൻ പോയിച്ച് സി എ ഉള്ള പോവാ ചെല്ലേ. സി എ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ല സാറേ, ആയതുകൊണ്ടേ. സാറേ ഇത് നോക്ക്. അകത്തേക്ക് ചെല്ലട്ടെ. എന്തിനാ ജെയിംസേ ചുമ്മാ? ഒന്നുമല്ലേലും തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ? അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം. ഒരു ക്ലാസ്മേറ്റ്. എന്നാ ശരി. ബാലൻ സാറേ, നമസ്കാരം. ആയാലും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇവിടുന്ന് റിട്ടയർ ആയതാ. ഇരിക്കും. ഒരു ബുൾഗാനൊക്കെ കയറിയല്ലോ. മൂത്ത മകളുടെ കൊച്ച ഇവള് പുറത്തേക്ക് പോകാനുള്ള പരിപാടി. നമ്മുടെ സെബാസ്റ്റ്യൻ സാറില്ലേ ഇവിടെ? കുറച്ച് കഴിയില്ലെത്താൻ. ക്ലിയറൻസ് വലുതാണോ? മാത്തച്ഛൻ എന്നാ പറ്റി? ബാലൻ സാറിന് അറിയോ മാത്തച്ഛനെ? ഞാനും ഈ സ്റ്റേഷനിൽ ഇരുന്നതല്ലേ. ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ? സ്റ്റേഷനിൽ കയറിയതിന്റെ ഒരു വിറയലുണ്ട് കിളവന്. ആർക്കും മാത്തച്ഛനോ? അതെന്താ സാറേ? വാട്ടുകപ്പയും ചീനിച്ചമ്പന്തിയും തിന്ന് കാട്ടിൽ പൊറുത്ത മുതലല്ലേ. അന്നത്തെ മീശ മാത്തച്ഛന് മൂപ്പ് കൂടുന്നല്ലാണ്ട് അത്ര വിറയ്ക്കാൻ വഴിയില്ല. വെറുതെ ബിൽഡപ്പ് കൊടുക്കല്ല ബാലൻ സാറേ, പഴയ ഊരൊക്കെ തീർന്നു. ഒതുങ്ങിക്കിടക്കുന്നതിനെ ചവിട്ടാൻ നിൽക്കണ്ട. നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ പോരാണ്ട് വരും. നല്ല മൂപ്പുള്ള എല്ല. ഈ പാസ്പോർട്ട് ഒരു സാധനം വെച്ച വെച്ചോടത്ത് കാണത്തില്ല. സിസിലി, എന്നാ കാര്യമെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നുള്ളൂ. സിസിലി ഉമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചേട്ടായിക്ക് ഇത് എന്നാത്തിന്റെ കേടാ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ? ഒന്നും ചോദിക്കണ്ട. എന്നും ഞാൻ ഇരുന്നോളാം. ലാലപ്പന്റെ കടയിലെ ഒട്ടുപാലും മാറിക്കൊണ്ട്. ഇനി പണയം വെക്കാനേ ഇപ്പൊ ഇട്ട ഈ സാധനം മാത്രമേ ഉള്ളൂ. പൈസ കളഞ്ഞോടാ? ഇല്ല, പോക്കറ്റിലുണ്ട്. ആഹാ, ഇതാരൊക്കെയാ? വാ വാ അലൻകുട്ട, കാപ്പിയൊക്കെ കുടിച്ചോ? അലൻകുട്ട, പ്രാർത്ഥനയൊക്കെ പഠിച്ചായിരുന്നോ? എവിടെ? ഇവനൊന്നും പഠിച്ചിട്ടില്ല. നീ വിളി, ഞാൻ എല്ലാം പഠിച്ചു. എന്താ നീ ഒന്ന് ചൊല്ലിക്കേ പരിശുദ്ധ മറിയമേ? അത് ഇവിടെ ചൊല്ലാൻ പറ്റത്തില്ല. പിന്നെ എവിടെയാ ചൊല്ലുന്നേ? അത് പള്ളി ചെന്നിട്ട്. ഓ, അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ? അമ്മ വീട്ടിലുണ്ട്. നിന്റെ 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൈസ പൈസയൊന്നും വേണ്ട. അലൻകുട്ടന്റെ ആദ്യ കുർബാന എന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലേ? അയ്യോ, ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കിൽ അമ്മ വഴക്കറിയും. അതൊന്നും സാരമില്ല, അമ്മയോട് ആന്റി പറഞ്ഞോളാം കേട്ടോ. വാ. ശരി ആന്റി, പോവാണേ. ടാറ്റാ. ചാച്ചൻ ഇന്നലെ എപ്പോ എത്തിയായിരുന്നടാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ വന്നേ? അത് ഞാൻ മറന്നുപോയി. ഇഷ്ടമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കും.
ഈ നാട്ടില് ഒരു ലൈമാൻ പോരടാ. ആ മതി മതി, നിന്ന് മെഴുകാണ്ട് പോവാൻ നോക്കി. നമുക്ക് ലൈമാന്ന് പേര് മാത്രമേ ഉള്ളൂ. ഒരു വനിതയുടെ സൗണ്ടല്ലേ കേട്ടത്? പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട്? പാമ്പ്. പാമ്പ് അവിടെ. അത്യാവശ്യം വലുതാണല്ലടി. എന്നാ എന്നെയും കൂടെ തള്ളിക്കിണറ്റിലിട്. എന്ത് വലിയ പാമ്പാ. പണ്ടായിരുന്ന ഞാൻ പിടിച്ചേനെ. ഓ നമ്മുടെ പൈരിച്ചേട്ടന്റെ കണ്ടി പാമ്പ് വീണു. പാപ്പച്ചൻ പിടിക്കാൻ നിക്കുക. അത് രാജവമ്പാല, പെണ്ണ് രാജവമ്പാല. അതിന്റെ പാമ്പ് ചുരിദാറിട്ടാണോ കിടക്കുന്നത്? എന്താണാവോ പാപ്പച്ചൻ പറഞ്ഞതാ. സംഭവം ഹെവി ആണല്ലോ. വലുത് തന്നെ. വെമ്പോലെ രാജവെമ്പാല. ഇത് രാജവമ്പാല തന്നെയാന്ന് ഉറപ്പാണോ? എടാ കണ്ടറിയില്ലേ? ഞാൻ കൊച്ചിലോട്ട് എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുള്ളതാ. പുള്ളി കണ്ടിട്ടില്ല. കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷ്ണത? അല്ല അവനാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ അവന്റെ പത്തിയിൽ ഇറ് കണ്ടില്ലേ? നോക്ക്. അല്ല ഈ പുറകിൽ ഉറുള്ളത് ഈ മൂർക്കമാമിനല്ലേ? എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? ലോഗോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ? അങ്ങനെ. ആ നാട്ടുകാരെ പേടിയുള്ളവർ കുറച്ച് മാറി നിന്നോളൂ, പ്രത്യേകിച്ച് ഗർഭിണികൾ. അല്ലല്ല അത്രയൊന്നും പോട്ടാ, ഞാനല്ലേ ഇവിടെ. അല്ല ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ. ഇതിട്ട് നീന്താൻ പറ്റുമോ? പാമ്പിന് അത്രയൊന്നും നീന്താൻ പറ്റില്ല. പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മൂടുകളാനായിട്ട് ഇല്ലല്ല. എന്നെ കണ്ട് പകച്ചിരിക്കുക. അപ്പൊ പാപ്പച്ച പാമ്പിനെ പിടിക്കാൻ റെഡിയായി. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കയറ് പിടിച്ചിട്ട് തങ്കച്ച മാത്രം കൈയടിക്കില്ല. പാപ്പച്ച നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ കുടുക്കിട്ട് പിടിച്ച് ലോക്കായാലേ ആ സെക്കൻഡിൽ തന്നെ ഞാൻ കയറി വലിച്ചോളാം. എടാ എനിക്ക് എന്നാ പേടി. ഞാൻ കുടുക്കിട്ട് ഉടനെ ഒരു സിഗ്നൽ തരാം. അപ്പൊ പാമ്പ് കുടുക്കിനകത്ത് കയറിയില്ലെങ്കിലേ എങ്ങനെ സിഗ്നൽ തരും? അത് പാമ്പ് വരും. പാപ്പച്ച കടികൊള്ളാൻ നോക്കണേ. നീ അവസരത്തിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ. പേടിയാർക്കാം പാപ്പത്തിനോ? അങ്ങനെ ആട് പാപ്പച്ച. ചാടിക്കും പാപ്പച്ച, ഞാൻ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ ഇതേ ചാടല്ലേ? പുല്ലാനിയ. അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന്. ഇവനോ? ഇല്ല ഞാനപ്പോ പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞ പോകുന്നു. കഷ്ടം. ഒരേ ചോരയാ. പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും. ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ള ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ബ്രിട്ടോ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ, പക്ഷെ വരികയല്ല.
നമ്മുടെ പൈലിച്ചേട്ടന്റെ കിണറ്റിൽ പാമ്പ് വീണല്ലോ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ്? നിന്റെ വായലെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ പാപ്പച്ചൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും. ദേ വാട്സപ്പില് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളോ? ആ കാണിച്ച്. ദേ നോക്ക്. നാറി ചോക്കുട്ടെ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചേച്ചാടാ. ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ് അടിച്ച് നേന്ത്രക്കൊല ആയനെ. മൂർഖനോടാ കയറേ കെട്ടി കളി. അഹങ്കാരി, നീ ആ ജീവനാഥ കാലം കളിയായിരിക്കണം. ഒരിക്കലും പറക്കാതെ.